തിളയ്ക്കുന്ന തിളപ്പ് കണ്ടോ? അപ്പോൾ മറ്റൊന്നുമല്ല, നമുക്ക് ഒരു ചിക്കൻ കറി തയ്യാറാക്കിയാലോ. അതിന് സവോള എല്ലാം കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെച്ച് നമുക്ക് ആ ചിക്കനിലേക്ക് 1 സ്പൂണോളം മല്ലിപ്പൊടി, മുളക് പൊടി, 1/4 ടീസ്പൂണോളം ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, മല്ലിയില, കറിവേപ്പില എന്നിവയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് 10 മിനിറ്റ് നമുക്ക് വെച്ചതിന് ശേഷം നമുക്ക് ഗ്രേവി ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ടൊരു ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചു, കടുക് പൊട്ടിച്ചു, വലിയ 4 സവോളയും അരിഞ്ഞത് ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മളൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം. പിന്നീട് 4 ടേബിൾ സ്പൂണോളം മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ഒരു വലിയ തക്കാളി, ആവശ്യത്തിന് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിയില, ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് സവോളയെല്ലാം നന്നായിട്ട് ഒന്ന് വാടി വന്നപ്പോഴത്തേക്ക് ആ തക്കാളിയും 2 പച്ചമുളകും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ചിക്കൻ കറിക്ക് മണവും സ്വാദൊക്കെ കൂടാൻ വേണ്ടി കുറച്ച് പെരിഞ്ചീരകം, പട്ട, ഗ്രാമ്പൂ, ഏലക്ക എന്നിവയെല്ലാം ഞാൻ വറുത്തൊന്ന് പൊടിച്ചിട്ടുണ്ട്. പിന്നീട് ഒരു പിടിയോളം തേങ്ങാക്കൊത്തും 1 പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ട് വറുത്ത് അതിലേക്ക് ഇട്ടതിന് ശേഷം പൊടികളെല്ലാം ഇട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അങ്ങനെ ആ മസാലയെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടി കുറച്ച് നേരം അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം പൊടിച്ചു വെച്ചിരിക്കുന്ന പെരിഞ്ചീരകവും ചേർത്ത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ എല്ലാം അതിലിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ച് ഒരു 10-15-20 മിനിറ്റോളം നമുക്ക് വേവിച്ചെടുക്കേണ്ടതുണ്ട്. നന്നായിട്ട് കറിയെല്ലാം വെട്ടി തിളച്ചിട്ടുണ്ട്. പറ്റി വന്നതിന് ശേഷം കുറച്ച് ഗരം മസാലപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമ്മളുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ടാറ്റ, ബൈ ബൈ.